ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബംഗാളി സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടും അതും രണ്ട് ചേരുവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബംഗാളി സന്ദേശിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് രീതിയിലാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന് പിരിഞ്ഞ പാല് കൊണ്ടും രണ്ടാമതായിട്ട് പിരിയാത്ത പാല് കൊണ്ടും. അപ്പോൾ അത് കാണാനായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസും നിങ്ങൾക്കൊന്ന് ചേരും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഇവിടെ പശുവിൻ പാലാണുള്ളത്. ഇതൊരു 1/2 ലിറ്റർ ഉണ്ടാവും. ഇത് പിരിഞ്ഞു പോയതാണ്. അപ്പോൾ പിരിഞ്ഞു പോയി എന്ന് വിചാരിച്ച് നമ്മൾ പാലൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള നല്ല സ്വീറ്റ് ഡിഷസ് ഒക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ സാധാരണ പനീറൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമുള്ള നമ്മൾ ഇതിനകത്തേക്ക് സുറുക്കിയോ നാരങ്ങ നീരൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പകരം തനിയെ പാല് പിരിഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കുന്നതിന് കറക്റ്റായിട്ട് പനീർ പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ പാല് പിരിഞ്ഞു പോകണതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. അങ്ങനെ വന്നെന്ന് വിചാരിച്ചാൽ പാല് ചീത്തയെന്നല്ല അർത്ഥം. ആ പാല് ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ പാലെന്താ ചെയ്യുക? ഒരു പനീർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പാൽക്കോവ ഉണ്ടാക്കും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ദീപാവലി ഉടനെ തന്നെ അടുത്തോണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നതും. എന്നും പറഞ്ഞ് നമ്മളിത് പിരിഞ്ഞ പാല് കൊണ്ട് മാത്രം ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിലുള്ള പാക്കറ്റ് പാല് കൊണ്ടും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാൽ ഇവിടെ പിരിഞ്ഞു വരാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഇടയ്ക്കൊക്കെ ഇത് തവി കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ പാല് ഇളക്കി കൊടുക്കാണ്ട് വെറുതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ പാലും ഈ വെള്ളം കൂടി തനിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ അരിപ്പയിലോട്ട് നമുക്കിട്ട് അരിച്ചെടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഞാൻ അരിപ്പ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു തിന്നായിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പിരിഞ്ഞിരിക്കുന്ന പാലിൻ്റെ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പാൽക്കട്ടികൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേസമയം ഇതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞു കളയാനും സാധിക്കും. ഇനി ഇവിടെ ചെറിയൊരു പൊടിക്കയുണ്ട്. നമ്മുടെ പാൽക്കട്ടി നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടി ചേർക്കാൻ പോവാം. അതായത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള വെള്ളം തന്നെയാണ്, അല്ലെങ്കിൽ ഐസ് വാട്ടറിലും ചേർത്ത് കൊടുക്കുക. ഇവ രണ്ടിലും ഉദ്ദേശം ഒന്നേളും ഇതിൻ്റെ ടെമ്പറേച്ചർ ഉടനെ തന്നെ നമുക്ക് താഴത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽക്കട്ടികളായിരിക്കും കിട്ടുന്നത്. അഥവാ നമുക്ക് നല്ലൊരു പനീർ ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഈ തുണി നന്നായിട്ട് ഞാൻ കൂട്ടി കെട്ടി പിടിച്ചിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം പോവുകയും ചെയ്യും. എന്നും പറഞ്ഞ് ഇത് ഒരുപാട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണ്ട. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവണം. അതായത് ആ വെള്ളത്തിൻ്റെ അംശം ഉറപ്പായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്നാലും നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സംഭാരത്തിലോ പൂരി, ചപ്പാത്തി, ഭട്ടൂര, സൂപ്പ്, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ ഗ്രേവിയിലൊക്കെ ഇട്ട് കൊടുത്തതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിലാണ് നല്ല ഗുണങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊരു 30 മിനിറ്റെങ്കിലും ഞാൻ ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ പാൽക്കട്ടി അഥവാ പനീർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല പശുവിൻ പാൽ ഉപയോഗിച്ചുകൊണ്ടാണ് നല്ല വെള്ള കളറായിട്ട് എനിക്ക് പാൽക്കട്ടി കിട്ടിയത്. ഇനി അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധാരണ പാൽ പാക്കറ്റ് ആണെങ്കിൽ കുറച്ചൊരു മഞ്ഞ നിറത്തിൽ കാണാം, അതായത് ഒരു ചെറിയൊരു ക്രീം ഷെയ്ഡിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിത് നല്ല വൈറ്റ് കളറ്, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള പനീറാണ് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ സ്വീറ്റ് തയ്യാറാക്കാം. പക്ഷേ ഞാനിവിടെ 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് വെച്ച് നമുക്ക് സ്വീറ്റ് തയ്യാറാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ലിറ്റർ നമ്മുടെ സാധാരണ പാക്കറ്റ് പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയും കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസവും മനസ്സിലാവുമല്ലോ. അതായത് പശുവിൻ പാൽ ഉപയോഗിക്കുമ്പോൾ വെള്ള കളറായിരിക്കും, ഈ പാൽ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ക്രീം ഷെയ്ഡും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തവി കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടിവശം ഒരു ലെയർ ഫോമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇപ്പോൾ നമ്മുടെ പാൽ അവിടെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു കാര്യം ഇവിടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അതായത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അതായത് രണ്ടൊന്ന് ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും നമ്മൾ ഈ പനീറൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഡയറക്റ്റ് ആ വിനീഗറോ അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കരുത്. പകരം അതൊന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ആ തിളച്ച് കഴിഞ്ഞ പാലിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാൽ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതായത് സുറുക്കയും വെള്ളം ചേർത്തിട്ടുള്ള കൂട്ട്, അത് പല ബാച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് പാല് പിരിഞ്ഞില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ സാവധാനം ഈ പാലിൽ കുറച്ച് ടൈം കൊടുത്തിട്ട് വേണം ഈ പാൽ കട്ടി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തതിന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള പനീർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒരു പനീറിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അത്യാവശ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, ഈ പനീർ പുറത്തുനിന്ന് തന്നെ മേടിച്ചാൽ പോരെ, എന്തിനാ വീട്ടിൽ തയ്യാറാക്കുന്നത്? പുറത്തുനിന്ന് മേടിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുന്ന എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള പനീറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് റഫ്നെസ് ഉണ്ടാവാം, സോഫ്റ്റ്നെസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള പനീർ തയ്യാറാക്കി ഈ ഡിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ പാൽ കട്ടികൾ അത്യാവശ്യം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, അതൊരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലോട്ട് ആ വെള്ളം പിരിഞ്ഞ് മാറിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ പാൽ കട്ടികൾ ഒന്ന് പിരിഞ്ഞ് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ബൗളിലിരുന്ന് മുഴുവനായിട്ടുള്ള സുറുക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറൊക്കെ വാർത്തെടുക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ നല്ല കട്ടി കുറഞ്ഞ തോർത്തോ എന്തെങ്കിലും അതിൽ വെച്ച് കൊടുത്താൽ മതി. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമുക്ക് ഈ പനീരിന് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുകയും വേണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം കാണിച്ച പോലെ തന്നെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ചേർത്തിരിക്കുന്ന ആ വിനീഗറിൻ്റെ സ്ഥാനത്ത് നാരങ്ങ നീര്, അതായത് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞാലും ചേർക്കാം. പക്ഷേ ഈ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് ഈ നാരങ്ങ നീര് നമ്മുടെ വിനീഗറിനേക്കാളും കുറച്ചും കൂടി ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നന്നായിട്ട്, അതായത് ഒരു 2, 3, 4 തവണയെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക വേണം. ഇല്ലെങ്കിൽ ആ നാരങ്ങ നീരിൻ്റെ അംശം ഈ പാൽക്കട്ടിയിൽ കിടന്നിട്ട് ഇതിനൊരു ടേസ്റ്റ് ഡിഫറൻസ് വരും. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പിഴിഞ്ഞെടുക്കരുത്. നമുക്ക് ഇതിനൊരു അത്യാവശ്യം കുറച്ചെങ്കിലും മോയ്സ്ചർ വേണം, എന്നാലേ ഇത് ഉരുണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ബാക്കി വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഉഗ്രൻ ചപ്പാത്തി ഇനി നമ്മുടെ ചാനൽ വരുന്ന അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പനീർ നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഷ് ആൻഡ് സോഫ്റ്റ് പനീർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കേണ്ട രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കയ്യിൻ്റെ അറ്റം പിടിച്ചിട്ട് ആ ഒരു പോർഷൻ വെച്ചിട്ട് വേണം നന്നായിട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊരു കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഈ ഒരു രീതിക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പനീറിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1/4 കപ്പ് എന്നുള്ളത് നമുക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ചാണ്. ഇനിയിപ്പോൾ ഇതും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇനി ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് നമുക്ക് സ്മാഷ് ചെയ്ത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ഡോ പാകത്തിന്, നല്ലൊരു മാവിൻ്റെ പാകത്തിന് നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും. ഇനി വേറൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്മാഷ് ചെയ്യാൻ 10 മിനിറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലിട്ട് ഒരു 2, 3 പ്രാവശ്യം കറക്കിയെടുത്താലും മതിയാവും. അപ്പോൾ ഇതിൽ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ വെറും 4 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഈ 4 മിനിറ്റ് വെക്കുന്നത് നമുക്കതിൽ പഞ്ചസാരയുടെ ആ ഒരു അംശം ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട. കാരണം ഇനി അത് വെക്കും തോറും ഇത് ഡ്രൈ ആയി വരികയും നമുക്കത് ഉരുട്ടാനും സാധിക്കില്ല. ഇനി ഇതിലേക്ക് ഒരു വാസനയ്ക്ക് വേണ്ടി മാത്രം 1/4 ടീസ്പൂൺ
ഏലക്കാപ്പൊടി പൊടിച്ചു വെച്ചതാണ് ചേർക്കുന്നത്. ഇനി ഏലക്കാപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരുവും വേണം. എന്നിട്ട് ഈ കൂട്ടുന്ന അല്പം എടുത്തതിന് ശേഷം നമുക്ക് നല്ല ബോൾസ് രൂപത്തിൽ റെഡിയാക്കാനും സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് ബോൾസ് അല്ല, ഇത് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ട്രേയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ ഇന്ന് തൽക്കാലം ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് നടുക്കൊരു കുഴി കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതോടെ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ രീതിക്ക് നമ്മൾ സന്ദേശം തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. അതുമാത്രം പോരാ, താഴെ കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ഒരു വെറൈറ്റി റെസിപ്പി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്കിനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.